വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് കുറേ പേര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ചേച്ചി ഓക്കെ ആയോ, കാര്യങ്ങൾ എങ്ങനെ പോകുന്നുണ്ട്, പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനിരുന്നത്. അപ്പോൾ എനിക്കിന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്യുവാണ്. കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് വെച്ചാൽ, ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ ആൾക്കാർ പറയുന്നുണ്ട് ദിവസങ്ങൾ കഴിയും, ടൈംസ് വിൽ ഹീൽ, ലൈക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും ശരിയാകുമെന്ന്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല, ശരിയാകുന്നില്ല. ഇപ്പോൾ ഈ എൻ്റെ വീഡിയോ താഴെ വരുന്ന കമൻറ്റ് സെക്ഷനിൽ എന്നെപ്പോലത്തെ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്, ചേച്ചി എനിക്കും സെയിം സിറ്റുവേഷനാണ്. പിന്നെ മെയിൽ അയക്കുന്നുണ്ട്, ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പറയാനുള്ളതാണ്, ഒന്നും ശരിയാകില്ല, ഒരിക്കലും ശരിയാകാനും പോകുന്നില്ല. പക്ഷേ നമ്മളങ്ങനെ പോവുക, കാരണം എങ്ങനെയാണ് ലൈഫ് നമ്മളെ കൊണ്ടുപോകുന്നത് ആ രീതിയിൽ പോവുക. ഇന്നലെ നിതിൻ മരിച്ചിട്ട് 3 മാസമായിട്ടുണ്ട്. ശരിക്കൊരു വലിയൊരു കരിങ്കല്ല് നമ്മുടെ ഹൃദയത്തിലെടുത്ത് മനസ്സെടുത്ത് വയ്ക്കുമ്പോൾ ഉള്ളൊരു ഭാരമുണ്ട്. എന്നോട് പലരും ചോദിച്ചു, ചേച്ചി എന്താ പഠിച്ച, ജോലിയാണോ ഇതൊക്കെ. ഞാൻ MSc കംപ്ലീറ്റ് ചെയ്തു. MSc കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലി ആക്ച്വലി നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ അപ്പോൾ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് പുറത്ത് പോകേണ്ട പ്ലാനിങ്ങിലായിരുന്നു. ഇപ്പോൾ പ്ലാനിങ് ഡ്രോപ്പ് ഔട്ടായെന്ന് ചോദിച്ചാൽ നമ്മൾ പുറത്ത് പോകുന്ന കാര്യത്തിനെ കുറിച്ച് അത് പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ എങ്ങനെയായിരിക്കും ലൈഫ് കൊണ്ടുപോകുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ അവരെന്തൊക്കെയായിരിക്കും സഫർ ചെയ്യുന്നത് എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ മൂത്ത ബ്രദർ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എങ്ങനെയായിരിക്കും ലൈഫ് ഹാൻഡിൽ ചെയ്യുക എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിലങ്ങനെ ആഴമായിട്ടുള്ള ചിന്തയൊന്നും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന വേദന, അല്ലെങ്കിൽ ഞാൻ സഫർ ചെയ്യുന്ന രീതി, ഞാൻ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതി ഉണ്ടല്ലോ, അതെന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, ഇപ്പം ഞാൻ ചിത്രത്തെ കരയുമ്പോൾ സമയത്ത് ആൾക്കാരെന്നോട് പറയുന്നുണ്ട്, നീ മാത്രമല്ല, ഈ ലോകത്ത് ഇതുപോലെ കഴിയുന്ന എത്രയോ കുട്ടികളുണ്ട്, അവരൊക്കെ ജീവിക്കുന്നില്ലേ, അവരൊക്കെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടില്ലേ, അതുകൊണ്ട് നീ എപ്പോഴും ഇങ്ങനെ കരയരുത്. അവരൊക്കെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നതും എന്നെപ്പോലെ സഫർ ചെയ്തിട്ടും, അല്ലെങ്കിൽ എന്നെപ്പോലെ കഷ്ടപ്പെട്ടിട്ടും പറ്റാനിട്ടും, പിന്നെ ജീവിക്കാതെ വേറെ വഴിയില്ല എന്ന് ഓർത്തിട്ടും ജീവിച്ച് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. പിന്നെ ചോയ്സ് അവരുടെ കയ്യിലാണ്, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. സന്തോഷിച്ച് കൊണ്ടുപോകണമെങ്കിൽ സന്തോഷത്തോടെ കൊണ്ടുപോകാം, അതല്ലെങ്കിൽ വേറെ വഴിയില്ലാണ്ട് ജീവിക്കണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം. അത് ഓരോരുത്തരെയും ആശ്രയിച്ചാണല്ലോ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന വേദന എത്രത്തോളം പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഒത്തിരി പേർക്ക് മനസ്സിലായിട്ട് എന്നുവെച്ചാൽ ഒരു ചേച്ചിയെ പോലെ കാണുക, ഒരു ചേട്ടനെ പോലെ കാണുക, ഒരു അനിയത്തിനെ പോലെ കണ്ടാൽ ചേച്ചിക്ക് സംസാരിക്കാൻ ആരും ഇല്ലാന്ന് മുമ്പ് ഞങ്ങളെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തരുന്ന ഈ സ്നേഹം ഉണ്ടല്ലോ, ശരിക്കും അത് വലുതാണ്. കാരണം എന്നെപ്പോലെ ഇപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത് കൊണ്ടിട്ടാണ് എന്നെ ആൾക്കാർ അറിയുന്നത്, നിതിനെ ആൾക്കാർ അറിയുന്നത്, ഞങ്ങളുടെ ലവിനെ കുറിച്ച് ആൾക്കാർ അറിയുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ കടന്നു പോയൊരു ഈ 2 വീക്സ് ഉണ്ടല്ലോ, ആരും കാണാതിരുന്ന് കരയുക, ഒറ്റയ്ക്കിരുന്ന് കരയുക, ഞാൻ ചിന്തിച്ച് കൂട്ടിയ പല കാര്യങ്ങളും. നിങ്ങളിങ്ങനെ ഒരാളോട് ചോദിക്കുക, ഈ അവസ്ഥയിലിരിക്കുന്ന ഒരാളോട് നീ ഓക്കെ അല്ലെന്ന് ചോദിച്ച ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം ശരിക്കും അവൻ്റെ ഹൃദയത്തിൽ കൊള്ളും. കാരണം ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഈ ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരാൾ നമ്മളെ കേൾക്കാനുള്ളത്, അല്ലെങ്കിൽ ഒരാൾ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നതും, അത് ശരിക്കും ഞങ്ങൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മനസ്സിലെ ഭാരം ഒന്ന് തീർക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ റീസെൻ്റ് വന്നൊരു മെസ്സേജ് ആയിരുന്നു. ഒരു കുട്ടി എന്നെപ്പോലെ 3 വർഷം സ്നേഹിച്ചു, കല്യാണം കഴിച്ചു, വീട്ടുകാരുടെ സമ്മതത്തിൽ കല്യാണം കഴിച്ചു. എനിക്ക് 8 മാസം ഇതിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയെങ്കിൽ ആ കുട്ടിക്ക് 2 മാസം ജീവിക്കാൻ പറ്റുള്ളൂ. ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, നെഞ്ചുവേദനയെന്ന് പറഞ്ഞിട്ട് പോലില്ല. പക്ഷേ പുള്ളിക്കാരൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ വന്ന് എനിക്ക് മെസ്സേജ് അയച്ചു. എന്നിട്ട് ആ കുട്ടിയോട് ചോദിച്ച ചോദ്യമാണ്, ചേച്ചി ഇതെങ്ങനെ സർവൈവ് ചെയ്തു, ചേച്ചിക്ക് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി, ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട്. കാരണം ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്നോട് പറ്റുന്നില്ല ഹാൻഡിൽ ചെയ്യാൻ. എനിക്ക് ചില സമയത്ത് എൻ്റെ മൈൻഡ് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നിയ കാര്യം, ആ കൊച്ചിന് ഞാൻ പറഞ്ഞ് എന്തെങ്കിലും കുറച്ച് മോട്ടിവേറ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഓക്കെ ആവണമെങ്കിൽ അത് വലിയ കാര്യമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഓക്കെ ആവും, ഇപ്പം കരയരുത്, ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഞാനതങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ലവ് ഫെയിലിയർ ആയ, അതുപോലെ തന്നെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ശരിക്കും
അതിൽ ആത്മഹത്യ ചെയ്യുന്നവർ, അല്ലെങ്കിൽ അത് ലവ് ഫെയിലിയർ അല്ലെങ്കിൽ ബ്രേക്കപ്പിനെ സർവൈവ് ചെയ്യുന്നവർ, അവരനുഭവിക്കുന്ന വേദന, ഞാനും ആ വേദന കടന്നു പോയിട്ടുണ്ട്. ഞാനും എനിക്ക് ബ്രേക്കപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ലവ് ഫെയിലിയർ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. 1 വർഷം എടുത്ത് എനിക്കൊന്ന് റിക്കവറായിട്ട് ഞാൻ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ആവാനായിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ചില ആൾക്കാർ വിചാരിക്കും ലവ് ഫെയിലിയറാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സംഭവം എന്ന്. ഒരിക്കലുമല്ല. ലവ് ഫെയിലിയർ ആവുക അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവുക, അറ്റ് ദി എൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എവിടെയെങ്കിലും ജീവനോടെ അയാളുടെ ലൈഫ് നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ട്. അറ്റ് ദി എൻഡ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അയാൾ സന്തോഷമായിട്ടിരിക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ മരണം എന്ന് പറഞ്ഞ സംഭവം എനിക്കിപ്പോൾ ഇതിനെങ്ങനെയാണ്, ഇപ്പം ഞാൻ കിടക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ എങ്ങനെ കിടന്നിരുന്നു, അല്ലെങ്കിൽ അവൻ എങ്ങനെയായിരിക്കും ഹഗ് ചെയ്ത് കിടക്കുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും അവനെ ഹഗ് ചെയ്ത് കിടക്കുക, ആ പൊസിഷനിൽ കിടന്ന് ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്. കാരണം എനിക്ക് ഫിസിക്കൽ പ്രസൻസ് കിട്ടുന്നില്ല, അവന് എന്ത് സിറ്റുവേഷനിലായിരിക്കുന്നെന്ന് പോലും അറിയാൻ പറ്റാത്ത. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, ലവ് ഫെയിലിയർ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തൊന്നുമല്ല. കുറേ നാളത്തെ പെയിനുണ്ട്, ശരിയാണ്. ആ പെയിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സർവൈവ് ചെയ്ത് പൊക്കോളും. പക്ഷേ മരണം പിന്നെ ഒരു കാര്യമുണ്ട്, ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ടൈം കുറേ നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആവും. ഒരിക്കലും ഓക്കെ ആകാൻ പോകുന്നില്ല. ഇപ്പം എൻ്റെ മരണം വരെ ഇത് ഓക്കെ ആവത്തില്ല. എനിക്കറിയാം എൻ്റെ മരണം വരെ ഈ വേദന പോകത്തില്ല. പിന്നെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി മീൻസ് നമ്മൾ അഡ്ജസ്റ്റ് ആയി പോകും ലൈഫിലോട്. കാരണം എപ്പോഴും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് എൻ്റെ മൈൻഡ് അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് ഇതാവുന്നതല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല എന്നറിയുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ആയി പോകുന്നതേ ഉള്ളൂ. പക്ഷെ ആ വേദന മരണം വരെ നമുക്ക് കാണും. കാരണം അത്രയ്ക്ക് നമ്മൾ ആഗ്രഹിച്ച് തുടങ്ങിയ ലൈഫ് പെട്ടെന്ന് ഇല്ലാണ്ടാകുമ്പോൾ പിന്നെ ഈ കാണുന്നവർക്ക്, പുറത്തിരുന്ന് പറയുന്നവർക്ക് വളരെ ഈസിയാണ് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാനും പറയാനും ഒക്കെ. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, ദൈവം ഒരു പെണ്ണിനും ഒരാണിനും ഈ ഒരു ഗതി കൊടുക്കരുതെന്നാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കും. അപ്പം നിതിൻ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിന് മുന്നേ ഭയങ്കര ദൈവവിശ്വാസമായിരുന്നു. ഞാൻ നിതിനെയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ നിതിന് പോയതിനു ശേഷം ഓട്ടോമാറ്റിക്കലി ഒരാളങ്ങനെ ആവും, നമുക്ക് വിശ്വാസം കുറയും. എന്ത് ദൈവം, ഞാൻ ചീത്ത വരെ പറഞ്ഞിട്ടുണ്ട്, വായി തോന്നിയൊക്കെ വിളിച്ച് പറഞ്ഞു. വലിയ പ്രാർത്ഥന നിതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്നത്, ഇനി ഇതുപോലെ ഒരു ഗതിയും ഒരാണിനൊരു പെണ്ണിന് കൊടുക്കരുത്. നിനക്കറിയാം എന്താ ലൈഫ് നടക്കാൻ പോകുന്നത്. പിന്നെ കുറേ പേര് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പറഞ്ഞിട്ട്. എനിക്കൊന്നു November 24th ആണെന്ന് തോന്നുന്നു. അന്നായിരിക്കും. നോർമൽ ശരിയാണ് 24th ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നും. അപ്പോൾ റിപ്പോർട്ട് വന്നു. റിപ്പോർട്ടിൽ ഹെമോറാജിക് വൈറൽ ഇൻഫെക്ഷൻ, എനിക്കറിയത്തില്ല അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്, ഹെമോറാജിക് വൈറൽ ഇൻഫെക്ഷനാണ് മരണത്തിന് കാരണമെന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഞാനും എൻ്റെ അനിയത്തിയും കൂടിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാനായിട്ട് പോകുന്നത്. അന്ന് എനിക്ക് ചെറിയൊരു പനിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എൻ്റെ കൈ വാങ്ങിയിട്ട്, അപ്പോൾ എനിക്കെന്നല്ല, ഞാനായിരുന്നു ഇതിൻ്റെ കൂടെ മരണം അവസാനം വരെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞാനാണ് ഇതിൻ്റെ മരണം കണ്ട ഏക വ്യക്തി. പിന്നെ ആ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് ആയാലും നേഴ്സസ് ആയാലും അല്ലെങ്കിൽ വീഡിയോ താഴെ കമൻറ്റിൽ നിങ്ങൾ എല്ലാവരുമായിട്ട് പറഞ്ഞത്, മോളെ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം, സഡൻ അറ്റാക്ക് സംഭവിച്ചതായിരിക്കാം, വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് എൻ്റെ കൂടെയുള്ള എല്ലാവരും എന്നോട് പറയുന്നത്. ഞാൻ ഉൾപ്പെടുന്ന ഇതിനെ സ്നേഹിക്കുന്ന കുറച്ചധികം ആൾക്കാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, കുറച്ചധികം എന്നല്ല, ഈ വീഡിയോ കണ്ട നിങ്ങൾ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. റിപ്പോർട്ട് വന്ന് ഹെമോറാജിക് വൈറൽ ഇൻഫെക്ഷനാണ് മരണകാരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഷോക്ക്, അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന് എൻ്റെ അനിയത്തിക്കുണ്ടായ ഷോക്ക്, ഈ കാര്യം ഞാൻ ഇതിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരോട് പങ്കുവച്ചപ്പോൾ അവർക്കുണ്ടായ ഷോക്ക്. ഞാൻ ഈ വൈറൽ ഇൻഫെക്ഷനെ കുറിച്ച് ആദ്യമായിട്ടാണ് അറിയുന്നത്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണ് എന്താണ് മരണം, എങ്ങനെയാണ്, അതിലെന്ത് വൈറസാണെന്നൊന്നും കൊടുത്തിട്ടില്ല. അവൻ മരിച്ച ടൈം എനിക്കറിയത്തില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇങ്ങനെയാണ് വരുന്നത് പോലും എനിക്കറിയത്തില്ല. മരിച്ച ടൈമിൻ്റെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ എന്ത് വൈറസ്, അതിൻ്റെ റൂട്ട് ഓഫ് കോസ് ഉണ്ടല്ലോ, എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല. ഇപ്പം ഇത്രയും നാളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉൾപ്പെടുന്ന ഇതിനെ സ്നേഹിക്കുന്ന കുറച്ചധികം ആൾക്കാർ കാത്തിരുന്നത്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ശരിക്കും ഈ 2 ആഴ്ച ഞാനിങ്ങനെ ചിന്തിച്ച് എവിടെ നിന്ന് എന്ത് പറ്റിയെന്ന് പോലും അറിയാതെ, ക്ഷീണം, പനി, എന്നുവെച്ചാൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരാൾക്ക് ചെസ്റ്റ് പെയിന് വരുന്നു, കൊണ്ടുപോകുമ്പോൾ വിത്തിൻ 10 മിനിറ്റ്സിനകം, എൻ്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ മരിച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു സഡൻ ഡെത്ത് ഉണ്ടാവുക, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല. ഞാനെന്നല്ല, ഇപ്പം നിതിൻ്റെ വീട്ടുകാരോടും എൻ്റെ വീട്ടുകാരോടും ചോദിച്ചു കഴിഞ്ഞാൽ
ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് കള്ളം പറയുന്നതെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം മരിച്ചിട്ടുണ്ടാവുക. പക്ഷേ എന്നാലും ഒരു സിംറ്റംസും ഒരു കാര്യവുമില്ലാതെ പിന്നെ ഞാൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാൻ പോയ സമയത്ത് എനിക്ക് ഫീവർ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഫീവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ റിസൾട്ടും കൂടെ ഇങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു, എൻ്റെ വീട്ടുകാരും പേടിച്ചു. അപ്പം നിതിൻ്റെ വീട്ടിലാണെങ്കിലും, കാരണം നിതിൻ്റെ വീട്ടിൽ കുറച്ചധികം കുഞ്ഞു പിള്ളേരുണ്ട്, അവരെ കൂടെ ആയിരുന്നു ഇത്ര ദിവസങ്ങളൊക്കെ നിന്ന്. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി വന്നു തുടങ്ങി, ചിലപ്പോൾ ഇനി ഇതാണ് മരണ കാരണമെങ്കിൽ മേ ബി അവർക്ക് അഫക്റ്റ് ചെയ്യാം. പക്ഷെ എന്നാലും 2.5-3 മാസം അടുപ്പിച്ചാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. അപ്പോഴാണ് എനിക്ക് പനി വരുന്നത്. അപ്പം 3 മാസം കഴിഞ്ഞിട്ട് ഒരു പനി വന്ന് അങ്ങനെ പനി വരാൻ വൈറൽ ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതും നമുക്കറിയത്തില്ല. അങ്ങനെ ഞാൻ പിന്നെ പനി വന്നു. 2ാമത്തെ ദിവസം ഇതിൻ്റെ വീട്ടിൽ ഞാൻ വരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട്. ഇവിടെ വീട്ടിൽ വന്ന് അന്ന് ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അന്ന് രാത്രി എനിക്ക് പനി കൂടി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചെസ്റ്റ് പെയിൻ ഭയങ്കരമായിട്ട് കൂടി. എനിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ആ പാതി രാത്രി നിതിൻ്റെ ചേച്ചിമാരും ഞാനും കൂടെ ഇവിടുത്തെ നിതിൻ്റെ ഡെത്ത് കൺഫേം ചെയ്ത് 2ാമത്തെ ഹോസ്പിറ്റൽ അവിടെ തന്നെ പോകുന്നു. നമ്മളിങ്ങനെ ഹിസ്റ്ററി പറയണമല്ലോ, ഹസ്ബൻഡ് ഇങ്ങനെ മരിച്ച ഹിസ്റ്ററി പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അവർ ബ്ലഡ് ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ ECG എടുത്തു, പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് RT-PCR കൂടെ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നുമല്ല, ഞാൻ ഫസ്റ്റായിട്ട് പോകുന്നത് വേറൊരു ഹോസ്പിറ്റലാണ്, ഇതിൻ്റെ നാട്ടിലെ തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ. അവിടെ പോയപ്പോൾ ആ ഡോക്ടറിനോട് ഞാൻ പനിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ 2nd ഡേ ആണെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ ആ ഡോക്ടർ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് എൻ്റെ അടുത്തിരുന്നത്, സാനിറ്റൈസ് ചെയ്യുന്നു, മാസ്ക് ധരിക്കുന്നു. അതും തെറ്റെന്നല്ല, കാരണം അത്രയ്ക്കും ഇത് സ്പ്രെഡാവാൻ ചാൻസുള്ള ഇൻഫെക്ഷനാണ് എന്ന് ആ ഡോക്ടറിന് തോന്നിയത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരിതുണ്ടായില്ല, ഇത്രയ്ക്കും സ്പ്രെഡാവുന്ന ഡിസീസ് ആണെങ്കിൽ അവരെന്ത് ആൾക്കാരെ വീട്ടിൽ തന്നെ ക്വാറൻറ്റൈനിൽ ഇരുത്താനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. വൈറൽ ഇൻഫെക്ഷൻ ഒന്നാണ് മരിച്ചെന്ന് ചോദിച്ചാൽ ആണെന്ന് തെളിയിക്കാനുള്ള പ്രൂഫും ഇല്ല, അല്ലാന്ന് തെളിയിക്കാനുള്ള പ്രൂഫും ഇല്ല. ആണെന്ന് തെളിയിക്കാൻ എന്ത് വൈറസാണെന്നും ഇല്ലാത്തില്ല, അല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള തെളിവും എൻ്റെ കയ്യിലില്ല. ആ ഒരു 4-5 ദിവസമായിരുന്നു ശരിക്കും എൻ്റെ 27 വയസ്സിൽ ഞാൻ എൻ്റെ ബോഡീനെ ഒന്ന് കൺസിഡർ ചെയ്ത്, എൻ്റെ ബോഡി, എനിക്കൊരു ബോഡി ഉണ്ട്, എൻ്റെ ബോഡി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയ ഒരു 4-5 ദിവസമായിരുന്നു അത്. ഞാൻ വല്ലാതെ സഫർ ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്ക് തന്നെ അറിയത്തില്ല എന്താ പറ്റിയെന്ന്. പിന്നെ ചെസ്റ്റ് പെയിൻ വന്ന് കൊണ്ടുപോയി പിന്നെ മനസ്സിലായി ചെസ്റ്റ് പെയിൻ അല്ല, പിന്നെ വേറെ രോഗം അങ്ങനെ കണ്ടെത്താൻ പറ്റുന്ന ശരീരത്തിലുള്ളത്. പിന്നെ അത് അങ്ങനെ ഓക്കെ ആയി. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എനിക്കറിയത്തില്ല ഈ റിപ്പോർട്ട് ശരിയാണോ തെറ്റാണോ എന്നൊന്നും, എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഇങ്ങനെ വന്നെന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ തുടർ നടപടിക്ക് പോകാൻ എൻ്റെ കയ്യിൽ ഒരു പ്രൂഫും ഇല്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഈ റിപ്പോർട്ട് 4-5 എനിക്ക് ഒരു 6 ഡോക്ടേഴ്സിൻ്റെ അടുത്തെങ്കിലും ഞാൻ പേഴ്സണലി അപ്രോച്ച് ചെയ്തവരുണ്ട്. അല്ലാതെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവരോട് ഈ ഹിസ്റ്ററി പറഞ്ഞ് കാണിക്കുമ്പോൾ അവരോട് സംസാരിച്ചവരുണ്ട്. അവർക്കും ഒരു കൺക്ലൂഷൻ തരാൻ പറ്റിയിട്ടില്ല. പിന്നെ എല്ലാവരും പറയുന്നത് കോവിഡ് വന്ന സമയത്ത് സിംറ്റംസ് വരാതെ എത്രയോ ആൾക്കാർ ഡെത്തായിട്ടുണ്ട്. കോവിഡ് വന്നപ്പോൾ നോർമലായിട്ടിരുന്ന ആൾക്കാർ ഒരു സിംറ്റംസ് ഒന്നുമില്ല, പക്ഷെ അവർ സഡൻലി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ആൾക്കാരുണ്ട്, അറ്റാക്ക് വന്ന് മരിച്ച ആൾക്കാരുണ്ട്. ചിലപ്പോൾ അതുപോലെ ആകാം എന്നാണ് പലരും പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഉത്തരം ഇതാണ്. അതായത് നിതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു, ഹെമോറജിക് വൈറൽ ഇൻഫെക്ഷനാണ് നിതിൻ്റെ ഡെത്തിന് കാരണം എന്നാണ്. ഈ അവസ്ഥ വരുമ്പോൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ആണ് ഉണ്ടാവാറുള്ളത്. ഓർഗൻസൊക്കെ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടാണ് മരിക്കുന്നത് എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഈ റിപ്പോർട്ട് ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഡോക്ടേഴ്സോ നഴ്സുമാരോ കേൾക്കുന്നുണ്ടാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരാണല്ലോ, എന്നെ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ എനിക്കത് മനസ്സിലാവും, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇതായിരിക്കാം മേ ബി മരണകാരണമെന്ന് പറഞ്ഞിട്ട്. ഇതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. ഇപ്പം ഐശ്വര്യ പൂജ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അതായത് ഞാൻ PG പഠിക്കുന്ന സമയത്ത്, ആ സമയത്താണ് നിതിനുമായിട്ട് റിലേഷൻഷിപ്പ് ആകുന്നത്. അതായത് ഞാനും നിതിനും തമ്മിലുള്ള പ്രണയം നേരിൽ കണ്ട ആൾക്കാർ ഐശ്വര്യ പൂജ. അപ്പോൾ അവർക്കറിയാം ഞാൻ ഇതിന് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇങ്ങനെയാണ്, എനിക്കിങ്ങനെയാണ്, പനിയുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെന്നോട് കാണിച്ചൊരു സ്നേഹമുണ്ടല്ലോ, നീ ആദ്യം ഇപ്പോൾ ചെക്ക് ചെയ്യ്, നിൻ്റെ കണ്ടീഷൻ നോക്ക്, നിനക്ക് എങ്ങനെ ഓക്കെ ആണോ, നീ നോക്ക്, ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് പറ, ചെക്ക് ചെയ്യാതിരിക്കരുത്, വിടരുത് എന്ന് ചെക്ക് ചെയ്യ് എന്ന് പറഞ്ഞാൽ അവരെന്നെ ഒരു ഇതാക്കിയതുണ്ടല്ലോ. എന്നുവെച്ചാൽ എനിക്ക് വില തന്നു, നിതിൻ പോയി, ഇനി നീ ഉണ്ട്, നിനക്ക് ഞങ്ങളുണ്ട്, നീ ചെക്ക് ചെയ്ത് നിൻ്റെ ശരീരം നോക്കുക എന്ന് പറഞ്ഞ അതുകൊണ്ട് മാത്രമാണ് ഞാൻ RT-PCR ഇപ്പോൾ എടുത്തത്. RT-PCR എടുത്തു. H1N1 ആൻഡ് കോവിഡിനായിരുന്നു RT-PCR ഡോക്ടർ എഴുതി തന്നത്.
ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ആ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി RT-PCR എടുത്തു. രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ കാരണം നമുക്കൊരു ഡൗട്ട് തീർന്ന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്താണ് ശരിക്കും ചിന്തിച്ചത്, ശരിക്കും ജെന്യൂനായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ നിതിനിവിടെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ല. കുറേ ആൾക്കാർ എനിക്ക് തന്നു, ഒത്തിരി അധികം ആൾക്കാർ. ഇപ്പോൾ നിതിൻ്റെ ഫ്രണ്ട്സായാലും എൻ്റെ ഫ്രണ്ട്സായാലും കുറേ ആൾക്കാർ എൻ്റെ കൂടെ നിൽപ്പുണ്ട്. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാർ എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ജീവിതം ഇങ്ങനെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണമായ കുറച്ച് ആൾക്കാർ, അവരെക്കുറിച്ച് പറയാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ കാണിക്കുന്ന തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിതിൻ്റെ വീട്ടുകാരാണ്. നിതിൻ്റെ വീട്ടുകാരെന്ന് പറയുമ്പോൾ നിതിൻ്റെ അമ്മ, പപ്പ, പിന്നെ അനിയൻ, പിന്നെ അമ്മച്ചി, നിതിൻ്റെ അമ്മയുടെ അമ്മ, പിന്നെ അമ്മയുടെ വീട്ടുകാർ, അതായത് കസിൻ സിസ്റ്റേഴ്സും പിള്ളേർ, ഒരു 9 കുഞ്ഞു കുട്ടികളുണ്ട് നിതിനെ ഒത്തിരി സ്നേഹിച്ചിരുന്നത്. അവർക്കിപ്പോൾ ഞാനും ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ടുണ്ട്. ഇപ്പോൾ എനിക്കറിയത്തില്ല ഇതുപോലെ ഹസ്ബൻഡ് മരിച്ച് വിഡോ ആയിട്ടിരിക്കുന്ന എത്ര സ്ത്രീകൾക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടോയെന്ന്. അവരിപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് 2 മക്കളുണ്ടായിരുന്നു, 2 ആൺകുട്ടികളുണ്ടായിരുന്നു, അതിൽ ദൈവം ഒരു ആണിനെ എടുത്തു, പകരം ഒരു മോളെ എനിക്ക് തന്നു, ഞങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കാണുന്നത്. ഞാൻ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ, ഞാൻ കരയുമ്പോൾ ചേർത്ത് പിടിച്ച് ചേച്ചി കരയില്ലേ എന്ന് പറഞ്ഞ് കുറേ കുഞ്ഞി പിള്ളേർ, അവർക്ക് അതിൻ്റെ പ്രായം പോലും ആയിട്ടില്ല, പക്ഷെ അവരുണ്ടല്ലോ എന്നെ സ്നേഹിക്കുന്ന രീതി. പിന്നെ എൻ്റെ അമ്മ, പപ്പ, എൻ്റെ അമ്മയുടെ വീട്ടുകാർ, പപ്പയുടെ വീട്ടുകാർ, എന്നുവെച്ചാൽ എൻ്റെ സൈഡ്, ഫാമിലി സൈഡിലുള്ള ആൾക്കാർ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുപോലെ നിതിൻ്റെ വീട്ടിലെ ആൾക്കാർ എന്നെ ചേർത്ത് പിടിക്കുന്നു. നിതിൻ്റെ അനിയനും അമ്മയും ഉപ്പ എന്നൊക്കെ പറയുമ്പോൾ ചേട്ടന് കൊടുത്തിരുന്ന സ്ഥാനം അങ്ങനെ തന്നെയാണ് എനിക്കും തരുന്നത്. ചേട്ടൻ പോയി ഇപ്പം എനിക്കൊരു ചേച്ചിനെ കിട്ടി, അല്ലെങ്കിൽ എൻ്റെ മോൻ പോയി എനിക്കൊരു മോളെ കിട്ടി എന്ന രീതിയിലാണ് അവരെന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് അവരെക്കുറിച്ച് ഞാൻ പറയുന്നത് ഭയങ്കര മോശമായിരിക്കും. ഇപ്പോഴും ഇങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചു പോകുന്നതിനുള്ള കാരണം ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം കുറേ ആൾക്കാരും ഞാൻ വീഡിയോ ചെയ്യാത്തത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ചെയ്യാത്തതിനുള്ള കാരണം ഞാൻ മെൻ്റലി ഓക്കെ ആയിരുന്നില്ല. ഒന്ന്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കാര്യം, 2 എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് അത്ര ശരിയല്ലാത്തത് കൊണ്ടും ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. കാരണം എനിക്ക് ഇച്ചിരി ഒരു പനി വന്നാൽ പോലും സഹിക്കാത്ത ഒരാളാണ് ഇതിന്. അപ്പോൾ ഞാൻ ഇത്രയും ഫിസിക്കൽ കണ്ടീഷനിൽ പോകുമ്പോഴത്തേക്കും ആരുമില്ല, എല്ലാവരും ഉണ്ട്, പക്ഷേ ഇതിനെപ്പോലെ ആരും വരില്ല എന്നുള്ളൊരു വിഷമവും എല്ലാം കൊണ്ട് ഞാൻ തളർന്നിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയത്. പക്ഷേ ഇനിയും ലേറ്റായി കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് ചുമ്മാ ഇങ്ങനെ വന്നൊന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ പറയണം. കാരണം ഈ 2 മുമ്പുള്ള 2 വീഡിയോ ഇട്ട സ്ഥിതിക്ക് ഇതും പറയേണ്ട എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാൻ പറയണമെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഇന്ന് പറയാൻ തോന്നിയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും. നിങ്ങളുടെ ഒരു അനിയത്തി, ഒരു ചേച്ചി, അല്ലെങ്കിൽ ഒരു മോളെന്ന രീതിയിൽ എന്നെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ ഇനിയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണം. കാരണം എനിക്കത് ജീവിക്കാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ആൻഡ് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണ്ടി വേണം. എനിക്ക് വേണ്ടിയെന്നല്ല, നിതിൻ്റെ ആത്മാവിന് വേണ്ടി വേണം. ഇതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം അത്രയേ ഉള്ളൂ.